ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് വർദ്ധിക്കുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് അനേകമായ ദാനങ്ങൾ നാം യാചിക്കുന്നു. സകല നന്മകളുടെയും ദാതാവായ കാരുണ്യവാനായ ദൈവത്തിന് നാം എന്ത് നൽകിയിട്ടുണ്ടെന്നും നൽകുന്നുണ്ടെന്നും ചിന്തിക്കാതെയാണ് നാം പലപ്പോഴും ദൈവത്തോട് ഭൗതിക സൗഭാഗ്യങ്ങൾക്കായി കേഴുന്നത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവത്തിനായി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളിൽ നാം അറിയാത്ത ഉറവകൾ ദൈവം തുറന്നു തരുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന സഹോദരങ്ങൾക്ക് പലവിധമായ ക്രൂര പീഡനങ്ങൾ സഹിക്കേണ്ട സാഹചര്യമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ക്രിസ്ത്യാനികൾ ഏറിയ കൂറും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. അവരെ സഹായിക്കുന്നതിനായി അപ്പോസ്തലൻ തന്റെ ആത്മീയ മക്കളുടെ ഇടയിൽ ധർമ്മശേഖരണം നടത്തിയിരുന്നു. അപ്രകാരമുള്ള ധർമ്മശേഖരണത്തിൽ ഫിലിപ്പിയ സഭ 2 വട്ടം തന്നെ സഹായിച്ചത് അനുസ്മരിച്ചുകൊണ്ട് അവർ ദാനം ചെയ്യേണ്ടത് തന്റെ സമ്പാദനത്തിനു വേണ്ടിയല്ല, പ്രത്യുത അതിലൂടെ ദൈവസന്നിധിയിലുള്ള അവരുടെ കണക്ക് വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അവർക്കുള്ള പ്രതിഫലം അധികമാക്കുവാനാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. നാം ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായി വിവിധ നിലകളിലും തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഇടയന്മാരുടെയും കൂട്ടുവേലക്കാരുടെയും ആവശ്യങ്ങൾക്കായി, ദൈവവേലയുടെ വളർച്ചയ്ക്കായി, ദൈവനാമ മഹത്വത്തിനായി ക്രൈസ്തവ സഭകൾക്കും ശുശ്രൂഷകൾക്കും ദാനം ചെയ്യുമ്പോൾ നമ്മുടെ കണക്ക് സ്വർഗത്തിൽ വളരുകയാണെന്നും അത് ദൈവത്തിൽ നിന്ന് നമുക്കായി അനേക മടങ്ങ് ഫലം പുറപ്പെടുവിക്കുമെന്നും അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്നു. സഹോദര സഹോദരി, ദൈവത്തിൽ നിന്ന് അനേകമായ ദാനങ്ങൾ പ്രതീക്ഷിക്കുകയും ദൈവത്തോട് അനേക ദാനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നീ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ദാനമായി നൽകിയിട്ടുണ്ടോ? ദൈവസന്നിധിയിലുള്ള നിന്റെ ദാനത്തിന്റെ കണക്ക് വട്ടപൂജ്യമെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും നിനക്ക് ലഭിക്കുന്ന ദാനങ്ങളും അതിനൊത്തവണ്ണമായിരിക്കും എന്ന് നീ ഓർക്കുമോ?